मुझे ले जाओ यीशु के चरणों में, पवित्र आत्मा, पवित्र आत्मा, पवित्र आत्मा, मुझे ले जाओ यीशु के चरणों में, पवित्र आत्मा, सिर्फ तेरे लिए यीशु, तेरे लिए, सिर्फ तेरे लिए यीशु, तेरे लिए, सिर्फ तेरे लिए यीशु, तेरे लिए मैं हाथ उठाता हूँ। पवित्र आत्मा, पवित्र आत्मा, मुझे ले जाओ यीशु के चरणों में, पवित्र आत्मा, घुटने टिकाकर, सिर झुकाकर, हाथ उठाता हूँ तेरे लिए, घुटने टिकाकर, सिर झुकाकर, हाथ उठाता हूँ तेरे लिए, सिर्फ तेरे लिए यीशु, तेरे लिए, सिर्फ तेरे लिए यीशु, तेरे लिए, सिर्फ तेरे लिए यीशु, तेरे लिए मैं हाथ उठाता हूँ। पवित्र आत्मा, पवित्र आत्मा, मुझे ले जाओ यीशु के चरणों में, पवित्र आत्मा, पवित्र आत्मा, पवित्र आत्मा, मुझे ले जाओ यीशु के चरणों में, पवित्र आत्मा। ഇന്ന് പകലില്ല പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നമുക്ക് ഒരുമിച്ച് അനുഭവിക്കാം. എത്ര പേർക്ക് നെഞ്ചിൽ കരം വെച്ച് പറയുവാൻ കഴിയും, ഈ ലോകത്തിലെ മറ്റെല്ലാ നന്മകളെക്കാൾ എനിക്ക് യേശു മതി, ആ യേശുവിൻ്റെ സ്നേഹം മതി, ആ യേശുവിൻ്റെ സാന്നിധ്യം മതി എന്ന് പറയുന്ന ദൈവമക്കൾ, ഹല്ലേലൂയ. നമുക്ക് ഏറ്റവും സുപരിചിതമായിട്ടുള്ള ഈ ഒരു ഗാനം കൂടെ നമുക്ക് ചേർന്ന് പാടി നമ്മുടെ കരങ്ങളെ തട്ടി നമുക്ക് ഒരുമിച്ച് കർത്താവിനെ മഹത്വം. എനിക്കെന്റെ ആശ്രയം യേശുവത്രേ, സർവശക്തനാമെന്റെ യേശുവത്രേ, ഞാൻ അവൻ കരങ്ങളിൽ സുരക്ഷിതനായ യേശു മതിയായവൻ. എനിക്കെന്റെ ആശ്രയം യേശുവത്രേ, സർവശക്തനാമെന്റെ യേശുവത്രേ, ഞാൻ അവൻ കരങ്ങളിൽ സുരക്ഷിതനായ യേശു മതിയായവൻ. യേശു മതി, ആ സ്നേഹം മതി, ആ ക്രൂശു മതി എനിക്ക്. ഓ യേശു മതി, ആ ഹിതം മതി, നിത്യജീവൻ മതി എനിക്ക്. യേശു മതി, ആ സ്നേഹം മതി, ആ ക്രൂശു മതി എനിക്ക്. ആമേൻ. യേശു മതി, ആ ഹിതം മതി, നിത്യജീവൻ മതി എനിക്ക്.
നഷ്ടങ്ങളെ ലാഭമാക്കി തരും യേശു മതിയായവൻ. ആമേൻ. യേശു മതി, ആ സ്നേഹം മതി, ആ ക്രൂശ് മതി എനിക്ക്. ആമേൻ. യേശു മതി, ആ ഹിതം മതി, നിത്യജീവൻ മതി എനിക്ക്. ആമേൻ. യേശു മതി, ആ സ്നേഹം മതി, ആ ക്രൂശ് മതി എനിക്ക്. ആമേൻ. 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 യേശു മതി, ആ ഹിതം മതി, നിത്യജീവൻ മതി എനിക്ക്. ആമേൻ. യേശു മതി, ആ സ്നേഹം മതി, ആ ക്രൂശ് മതി എനിക്ക്. യേശു മതി, ആ ഹിതം മതി, നിത്യജീവൻ മതി എനിക്ക്. ആരോഗ്യമുള്ള ശരീരം തരും, രോഗങ്ങളെ ദൈവം നീക്കി തരും. ശാന്തമായി ഉറങ്ങുവാൻ കൃപ തന്നിടും യേശു മതിയായവൻ. ആരോഗ്യമുള്ള ശരീരം തരും, രോഗങ്ങളെ ദൈവം നീക്കി തരും. ശാന്തമായി ഉറങ്ങുവാൻ കൃപ തന്നിടും യേശു മതിയായവൻ. ആമേൻ. യേശു മതി, ആ സ്നേഹം മതി, ആ ക്രൂശ് മതി എനിക്ക്. യേശു മതി, ആ ഹിതം മതി, നിത്യജീവൻ മതി എനിക്ക്. ആമേൻ. 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 യേശു മതി, ആ സ്നേഹം മതി, ആ ക്രൂശ് മതി എനിക്ക്. ഹല്ലേലൂയ. യേശു മതി, ആ ഹിതം മതി, നിത്യജീവൻ മതി എനിക്ക്. സമാധാനമുള്ള കുടുംബം തരും, കുടുംബത്തിലെ രക്ഷ തരും. നല്ല സ്വഭാവികളായി തീർത്തിടും യേശു മതിയായവൻ. സമാധാനമുള്ള കുടുംബം തരും, കുടുംബത്തിലേവർക്കും രക്ഷ തരും. നല്ല സ്വഭാവികളായി തീർത്തിടും യേശു മതിയായവൻ. യേശു മതി, ആ സ്നേഹം മതി, ആ ക്രൂശ് മതി എനിക്ക്. ആമേൻ. യേശു മതി, ആ ഹിതം മതി, നിത്യജീവൻ മതി എനിക്ക്. ആമേൻ. യേശു മതി, ആ സ്നേഹം മതി, ആ ക്രൂശ് മതി എനിക്ക്. യേശു മതി, ആ ഹിതം മതി, നിത്യജീവൻ മതി എനിക്ക്. യേശു മതി, ആ സ്നേഹം മതി, ആ ക്രൂശ് മതി എനിക്ക്. ആമേൻ. ആമേൻ. യേശു മതി, ആ ഹിതം മതി, നിത്യജീവൻ മതി എനിക്ക്. എനിക്കെന്റെ ആശ്രയം യേശുവത്രേ, സർവശക്തനാമെന്റെ യേശുവത്രേ. ഞാനവൻ കൈകളിൽ സുരക്ഷിതനാ, യേശു മതിയായവൻ. എനിക്കെന്റെ ആശ്രയം യേശുവത്രേ, സർവശക്തനാമെന്റെ യേശുവത്രേ. ഞാനവൻ കൈകളിൽ സുരക്ഷിതനാ, യേശു മതിയായവൻ. യേശു മതി, ആ സ്നേഹം മതി, ക്രൂശ് മതി എനിക്ക്. യേശു മതി, യേശു മതി, ആ സ്നേഹം മതി, ക്രൂശ് മതി എനിക്ക്. യേശു മതി, ഹിതം മതി, നിത്യജീവൻ മതി എനിക്ക്. ആരോഗ്യമുള്ള ശരീരം തരും, രോഗങ്ങളെ ദൈവം നീക്കി തരും. ശാന്തമായി ഉറങ്ങുവാൻ കൃപ തന്നിടും യേശു മതിയായവൻ. ആരോഗ്യമുള്ള ശരീരം തരും, രോഗങ്ങളെ ദൈവം നീക്കി തരും. ശാന്തമായി ഉറങ്ങുവാൻ കൃപ തന്നിടും യേശു മതിയായവൻ. യേശു മതി, ആ സ്നേഹം മതി, ക്രൂശ് മതി എനിക്ക്.
ശക്തി ജനങ്ങളെ സ്വതന്ത്രമാക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ഉടരതര ഹത്തുരാജരാജ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ഉടരബരബലബ ഹത്തുരാജരാജന. യേശുവിന്റെ നാമത്തിലുള്ള വിടുതൽ, യേശുവിന്റെ നാമത്തിലുള്ള സൗഖ്യം. സന്ധിമജ്ജകളെ പോലും തുളച്ചു ചെല്ലുന്ന രീതിയിൽ ദൈവ സാന്നിധ്യത്തിന്റെ ശക്തി ജനങ്ങളെ തൊടട്ടെ. ഹല്ലേലൂയ. സന്ധിമജ്ജകളെ പോലും തുളച്ചു ചെല്ലത്തക്ക രീതിയിൽ ഹല്ലേലൂയ ദൈവ സാന്നിധ്യത്തിന്റെ ശക്തി ജനങ്ങളെ തൊടട്ടെ. രോഗികളെ യേശുവിന്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകലിൽ ആരാധിക്കുന്ന പ്രിയ ദൈവമൈതലേ, നിന്റെ ജീവിതത്തിൽ വിടുതൽ സംഭവിക്കുന്നു. നിന്റെ ജീവിതത്തിൽ വിടുതൽ സംഭവിക്കുന്നു. അസാധ്യമായതിനെ ദൈവം സാധ്യമാക്കി തീർക്കുന്നു. Hallelujah, hallelujah, hallelujah.
സമാധാനം സന്തോഷം ദാനമായി നാഥൻ നൽകിയിടും. ദേഹം ദേഹി ആത്മാവിൽ സമാധാനം സന്തോഷം ദാനമായി നാഥൻ നൽകിയിടും. പ്രാർത്ഥിക്കാം ആത്മാവിൽ ആരാധിക്കാം കർത്തനെ, നല്ലവൻ അവൻ വല്ലവൻ. ഹല്ലേലൂയ. പ്രാർത്ഥിക്കാം ആത്മാവിൽ ആരാധിക്കാം കർത്തനെ, നല്ലവൻ അവൻ വല്ലവൻ. വിടുതൽ
ദൈവമേ നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാൻ എന്ന മോദമായ എന്റെ ഇഷ്ടമൊന്നും ഇഷ്ടമെന്നെ പൂർണ്ണമാക്കണേ എന്റെ ഇഷ്ടമൊന്നു വേണ്ട പ്രിയനേ അങ്ങേ ഇഷ്ടം എന്നെ പൂർണ്ണമാക്കണേ എന്റെ ദൈവമേ നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാൻ ഇന്ന് മോദമായി എന്റെ ദൈവമേ നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാൻ ഇന്ന് മോദമായി എന്റെ ഇഷ്ടമൊന്നും വേണ്ട പ്രിയനേ അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ എന്റെ ഇഷ്ടമൊന്നും വേണ്ട പ്രിയനേ അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ അങ്ങേ ഇഷ്ടമൊന്നും വേണ്ട പ്രിയനേ അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ എന്റെ ഇഷ്ടമൊന്നും വേണ്ട ലൂക്കോസ് ചെയ്ത സുവിശേഷം അതിൻ്റെ 8-ാം അധ്യായം 43 മുതൽ 48 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. ഗോസ്പൽ ഓഫ് ലൂക്ക് ചാപ്റ്റർ 8 സ്റ്റാർട്ടിംഗ് ഫ്രം വേഴ്സ് 43 to 48. എല്ലാ വൈദ്യന്മാർക്ക് കൊടുത്തിട്ടും ആരാരും സൗഖ്യം വരുത്തുവാൻ കഴിയാത്തവളുമായ ഒരു സ്ത്രീ പുറകിൽ അടുപ്പിച്ചെന്ന് അവന്റെ വസ്ത്രത്തിന് തൊങ്ങൽ തൊട്ടു. ഉടനെ അവളുടെ രക്തസ്രാവം നിന്നുപോയി. എന്നെ തൊട്ടതാരെന്ന് യേശു ചോദിച്ചു. എല്ലാവരും ഞാനല്ല എന്ന് പറഞ്ഞപ്പോൾ ഗുരു പുരുഷാരം നിന്നെ തെറ്റിദ്ധരിക്കുന്നുവെന്ന് പത്രോസ് കൂടെ അവരെ പറഞ്ഞു. യേശുവോ ഒരാൾ എന്നെ തൊട്ടു, എങ്കിൽ നിന്ന് ശക്തി പുറപ്പെട്ടത് ഞാൻ അറിഞ്ഞു എന്ന് പറഞ്ഞു. താൻ പറഞ്ഞിരിക്കുന്നില്ല എന്ന സ്ത്രീ കണ്ട് ദിവസം കൊണ്ട് വന്ന് അവന്റെ മുമ്പിൽ വീണു. അവനെ തൊട്ട സംഗതിയും തൽക്ഷണം സൗഖ്യമായതും സകല ജനവും കേൾപ്പി അറിയിച്ചു. അവൻ അവളോട്, മകളെ നിന്റെ വിശ്വാസത്തെ രക്ഷിച്ചിരിക്കുന്നു, സമാധാനത്തോടെ പോകാൻ എന്ന് പറഞ്ഞു. നമുക്കെല്ലാവർക്കും വളരെ സുപരിചിതമായ അനുഗ്രഹിക്കപ്പെട്ട ഒരു ഭാഗമാണ് നമ്മോട് വായിച്ചു കേട്ടത്. പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ ഒരു ഞായറാഴ്ച ഇതേ ഭാഗത്തു നിന്ന് തന്നെ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്ന് വളരെ വ്യത്യസ്തമായി ഒരു ചിന്തയായിരിക്കും നാം ഒരുമിച്ച് ദൈവത്തിൽ ആശ്രയിച്ച് ചിന്തിക്കുന്നത്. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. സുവിശേഷങ്ങളിൽ നാം യേശു ക്രിസ്തു ചെയ്ത അത്ഭുതങ്ങളെ നാം ഒന്ന് പഠന വിധേയമാക്കിയാൽ, പഠിച്ചാൽ, റിപ്പീറ്റഡ് ആയിട്ടുള്ള അത്ഭുതങ്ങൾ നമ്മുടെ കർത്താവ് ചെയ്തിട്ടില്ല. എപ്പോഴൊക്കെ ഒരു അത്ഭുതം യേശു പ്രവർത്തിക്കുന്നുണ്ടോ അതിലൊക്കെയും ഒരു യുണീക്ക്നെസ് ഉണ്ട്. ഓൾ ദ മിറക്കിൾസ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് ആർ യുണീക്ക്. പ്രൈസ് ദി ലോർഡ്. രോഗികളെ സൗഖ്യമാക്കുമ്പോൾ തന്നെ യേശു വളരെ വ്യത്യസ്തമായ നിലയിലാണ് രോഗികളെ സൗഖ്യമാക്കിയത്. പ്രൈസ് ദി ലോർഡ്. കുരുടരാകട്ടെ, മുടന്തരാകട്ടെ, മരിച്ചവരെ ഉയർക്കുന്നതിലാകട്ടെ, വളരെ വ്യത്യസ്തമായ നിലകളിലാണ് യേശു രോഗികളെ സൗഖ്യമാക്കിയത്. ചിലരെയൊക്കെ നോക്കി യേശു പറഞ്ഞു, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. ചിലരെയൊക്കെ നോക്കി യേശു ചേറ് കുഴച്ച് കണ്ണിൽ പൂശിയതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. അങ്ങനെ
വ്യത്യസ്തമായ നിലകളിലാണ് യേശു പലരെയും സൗഖ്യമാക്കിയത്. പ്രൈസ് ദി ലോർഡ്. ഇവിടെയും യേശു 12 വർഷം, നീണ്ട 12 വർഷം രക്തസ്രാവത്താൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയെ സൗഖ്യമാക്കുന്നതാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. യേശു ഈ സ്ത്രീയെ സൗഖ്യമാക്കിയതിലുള്ള ചില വ്യത്യസ്തതകൾ, യേശു ഈ സ്ത്രീയെ സൗഖ്യമാക്കിയതിലുള്ള ചില യുണീക്ക്നെസ് ആണ് ഇന്ന് നാം ഒരുമിച്ച് ചിന്തിക്കുവാനായിട്ട് പോകുന്നത്. അതിൽ ഒന്നാമത്തെ യുണീക്ക്നെസ് എന്ന് പറഞ്ഞാൽ, യേശു ഈ സ്ത്രീയെ സൗഖ്യമാക്കിയപ്പോൾ സ്ഥലം യേശുവിന് ഒരു പ്രശ്നമല്ലായിരുന്നു. പ്ലേസ് വാസ് നോട്ട് എൻ ഇഷ്യൂ ഫോർ ജീസസ്. കാരണം യേശു സമൂഹത്തിൽ വളരെ നിലയും വിലയുമുള്ള യായിറോസ് എന്ന പള്ളിപ്രമാണിയുടെ മകൾ രോഗക്കിടക്കയിലായിരിക്കുന്നു എന്ന് കേട്ടപ്പോൾ ആ പൈതലിനെ സൗഖ്യമാക്കുവാനായിട്ട് യേശുവും ശിഷ്യന്മാരും ഇങ്ങനെ കടന്നു പോവുകയാണ്. ആ യാത്രയുടെ മധ്യത്തിലാണ് ഈ 12 വർഷക്കാലം രക്തസ്രാവം പിടിച്ച ഈ സ്ത്രീ യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലിൽ തൊട്ടത്. പ്രൈസ് ദി ലോർഡ്. സത്യം പറഞ്ഞാൽ യേശു വളരെ ധൃതിയോടെ കൂടെ യായിറോസിൻ്റെ മകളെ സൗഖ്യമാക്കുവാനായിട്ട് പോവുകയാണ്. ആ യാത്രയുടെ മധ്യത്തിലാണ് ഈ സ്ത്രീ യേശുവിൻ്റെ യാത്രയെ തടസ്സപ്പെടുത്തിയത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു മാനുഷികമായി ചിന്തിച്ചാൽ ഒരു ഡോക്ടർ ആയിരുന്നാൽ ആദ്യം കാഷ്വാലിറ്റി ഉള്ള ആളിനെയാണ് ആദ്യം എന്ത് ചെയ്യുന്നത്? അവർ ശ്രദ്ധ കൊടുക്കുന്നത്. കാരണം യായിറോസിൻ്റെ മകൾ മരണം മുന്നിൽ കണ്ടു നിൽക്കുകയാണ്. ഈ സ്ത്രീ 12 വർഷം ഇതേ സെയിം പ്രശ്നത്തിലൂടെ പോയിട്ടും മരണപ്പെട്ടൊന്നുമില്ല. കാരണം കുറച്ച് ദിവസം കൂടെ എന്തായാലും ജീവിക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ എങ്കിലും ഈ സ്ഥലമോ സമയമോ യേശു നോക്കാതെ ഈ സ്ത്രീയുടെ ആവശ്യത്തിൻ്റെ മുമ്പിൽ യേശു നിൽക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. യേശുവിനെ സംബന്ധിച്ചിടത്തോളം സ്ഥലം ഒരു പ്രശ്നമല്ല, യേശുവിനെ സംബന്ധിച്ചിടത്തോളം സമയം ഒരു പ്രശ്നമല്ല. പക്ഷേ മാനുഷികമായി നാം ഇന്നൊക്കെ ആശുപത്രികളിൽ വർക്ക് ചെയ്യുന്ന ഡോക്ടേഴ്സിനെ നോക്കിയാൽ അവർ പരിമിതരാണ്. കാരണം അവർക്ക് സമയം ഒരു പ്രശ്നമാണ്, സ്ഥലം ഒരു പ്രശ്നമാണ്. പക്ഷേ നമ്മുടെ യേശുവിനെ സംബന്ധിച്ചിടത്തോളം സമയവും സ്ഥലവും ഒരു പ്രശ്നമല്ല. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ചിലരെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ചിലരുടെ മനോഭാവം എന്ന് പറഞ്ഞാൽ ചില പ്രത്യേക സ്ഥലങ്ങളിൽ പോയെങ്കിൽ മാത്രമേ സൗഖ്യം ലഭിക്കുകയുള്ളൂ. ചില പ്രത്യേക ദൈവദാസന്മാർ നമ്മുടെ തലയിൽ കൈതൊട്ട് പ്രാർത്ഥിച്ചെങ്കിൽ മാത്രമേ നമുക്ക് സൗഖ്യം ലഭിക്കുകയുള്ളൂ എന്നുള്ള ഒരു ചിന്ത നമുക്കുണ്ട്. പക്ഷേ ഈ വേദഭാഗം നമ്മെ പഠിപ്പിക്കുന്നത് യേശുവിൻ്റെ സാന്നിധ്യത്തിൻ്റെ മുമ്പിൽ നാം വന്നു കഴിഞ്ഞാൽ അവിടെ സൗഖ്യമുണ്ട്. സ്ഥലം യേശുവിന് പ്രശ്നമല്ല. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവവൈതലേ, നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും നിലയിൽ നാം രോഗസൗഖ്യമാകട്ടെ, അല്ലെങ്കിൽ മാനസിക സമ്മർദ്ദത്തിൽ നിന്നുള്ള ഒരു വിടുതലാകട്ടെ, അല്ലെങ്കിൽ ആരോടും പറയുവാൻ കഴിയാത്ത വിഷയവുമായി നാം ഭാരപ്പെട്ടിരിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ കർത്താവിന് സമയം പ്രശ്നമല്ല, നമ്മുടെ കർത്താവിന് സ്ഥലം പ്രശ്നമല്ല. ഏത് സ്ഥലത്തും ഏത് സമയത്തും നമ്മെ സൗഖ്യമാക്കുവാൻ കഴിവുള്ളവനാണ് നമ്മുടെ ദൈവം. പ്രൈസ് ദി ലോർഡ്. മനുഷ്യർ പറയും ഹല്ലേലൂയ, ബിസിയാണ്, ഇപ്പോൾ സമയമില്ല എന്ന് മനുഷ്യർ പറയും. പക്ഷേ ദൈവത്തിൻ്റെ മുമ്പിൽ നാം ഏത് വിഷയമായി ചെന്നിരുന്നാലും ദൈവം നമ്മളടുത്ത് പറയത്തില്ല എനിക്കിപ്പോൾ സമയമില്ല, എനിക്ക് ഈ സാഹചര്യം പോരാ എന്ന് കർത്താവ് പറയത്തില്ല. ഏത് സാഹചര്യത്തിലായിരുന്നാലും ഏത് സമയത്തായിരുന്നാലും കർത്താവ് തൻ്റെ കരം നമുക്ക് വേണ്ടി നീട്ടും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതാണ് നമ്മുടെ കർത്താവിൻ്റെ ഒരു പ്രത്യേകത. കർത്താവിനെ സംബന്ധിച്ചിടത്തോളം കർത്താവ് ആരെ രക്ഷിക്കാനായിട്ട് പോകുക? യായിറോസിൻ്റെ മകളെ രക്ഷിക്കാനായിട്ട് പോകുക. യായിറോസ് എന്ന് പറഞ്ഞാൽ ആ സമൂഹത്തിലെ ഏറ്റവും റെസ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. പക്ഷേ അതിൻ്റെ നടുവിലും ഈ സാധാരണക്കാരിയായ സ്ത്രീയുടെ വിഷയം യേശുവിനെ പിടിച്ചു നിർത്തുകയാണ്. യേശുവിനെ സംബന്ധിച്ചിടത്തോളം സ്ഥലവും സമയവും പ്രശ്നമല്ല. ഏത് സ്ഥലത്തും ഏത് സമയത്തും ജീസസ് ക്യാൻ ഹീൽ us. പ്രൈസ് ദി ലോർഡ്. ഇനി മറ്റൊരു യുണീക്ക്നെസ് എന്ന് പറഞ്ഞാൽ, യേശുവിനെ സംബന്ധിച്ചിടത്തോളം ആവശ്യക്കാരൻ ഏത് വ്യക്തിയാണെന്നോ, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ പ്രായമോ, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ജെൻഡറോ കർത്താവിന് എന്തല്ല, ഒരു വിഷയമല്ല. നമ്മൾ ഈ സ്ത്രീയെക്കുറിച്ച് ഒന്ന് സമയമെടുത്ത് പഠിച്ചു നോക്കിയാൽ പല പരിമിതികളുടെ ഒരു കൂമ്പാരമായിരുന്നു ഈ സ്ത്രീ. കാരണം ഒരുപാട് പരിമിതികളുണ്ട്. ഈ സ്ത്രീയുടെ തടസ്സങ്ങളെ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ
ഈ വായിച്ച ഭാഗത്ത് തന്നെ പറയുന്ന ചില തടസ്സങ്ങളെ ഞാനൊന്ന് വിശദീകരിക്കുവാൻ ആഗ്രഹിക്കുക. ഫസ്റ്റ് ഓഫ് ഓൾ, ഷീ ഈസ് ഫിസിക്കലി ഇൽ. നമ്മളെല്ലാം ഈ മെഡിക്കൽ ഫീൽഡിലൊക്കെ ജോലി ചെയ്യുന്ന അനേകർ ഈ സഭയിലുണ്ട്. 12 വർഷക്കാലം ഒരുപോലെ ഒരു സ്ത്രീ ഈ ബ്ലീഡിങ്ങിലൂടെ കടന്നു പോകുക എന്ന് പറഞ്ഞാൽ ഡെഫിനറ്റ്ലി ഷീ വിൽ ബി ഫിസിക്കലി വീക്ക്. ഉറപ്പായിട്ടും ഒരു യുവാവ് ഓടിച്ചാടി ഓടുന്നത് പോലെ ഓടാൻ ഈ സ്ത്രീക്ക് എന്ത് ചെയ്യത്തില്ല, പറ്റത്തില്ല. കാരണം 1-2 വർഷമല്ല, 1 വർഷമല്ല, 2 വർഷമല്ല, 3-4 വർഷമല്ല, നീണ്ട 12 വർഷം ഈ സ്ത്രീ സെയിം പ്രശ്നത്തിലൂടെ കടന്നു പോവുകയാണ്. ഡെഫിനറ്റ്ലി ഷീ ഈസ് ഫിസിക്കലി വീക്ക്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഒരു തടസ്സം ഈ സ്ത്രീക്കുണ്ട്. പക്ഷേ ആ തടസ്സത്തെ വകവയ്ക്കാതെ യേശുവിൻ്റെ അടുത്തേക്ക് ആ തടസ്സത്തെ ഇന്റൻഷനലി മറികടന്ന് വന്നപ്പോൾ ഈ സ്ത്രീയുടെ വിഷയത്തിൽ യേശു ഇടപെടുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഇനി രണ്ടാമതായി ഈ സ്ത്രീക്കുണ്ടായിരുന്ന തടസ്സം, ഷീ ഈസ് സെറിമോണിയലി അൺക്ലീൻ. മോശയുടെ ന്യായപ്രമാണം അത് നോക്കിക്കഴിഞ്ഞാൽ, അതിനനുസരിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ സ്ത്രീ വിലക്കപ്പെട്ട സ്ത്രീയാണ്. അതായത് തനിക്ക് ന്യായപ്രമാണ പ്രകാരം തനിക്ക് വിലക്കുണ്ട്. പൊതുസമൂഹത്തിൻ്റെ നടുവിൽ ഈ സ്ത്രീക്ക് പോകുവാൻ കഴിയുകയില്ല. മറ്റാരെങ്കിലും ഈ സ്ത്രീയുടെ അടുത്ത് വരികയാണെങ്കിൽ താൻ അശുദ്ധയാണെന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ട് വേണം ഇരിക്കാനായിട്ട്. കാരണം ന്യായപ്രമാണം സ്ത്രീക്ക് വിലക്ക് കൽപ്പിച്ചിട്ടുണ്ട്. സ്ത്രീക്ക് പൊതുസ്ഥലങ്ങളിൽ പോകുവാനോ പൊതുപരിപാടികളിൽ പങ്കെടുക്കുവാനോ അനുവാദമില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പം വിലക്കുള്ള അശുദ്ധയായ ഒരു സ്ത്രീയാണ്. സമൂഹം തൻ്റെ മേൽ ചാർത്തിയിരിക്കുന്ന ഒരു ടൈറ്റിലാണത്. പക്ഷേ അതിനെയും വകവയ്ക്കാതെ, അതിനെയും അതിജീവിച്ചുകൊണ്ട് യേശുവിൻ്റെ അടുത്തേക്ക് ഈ സ്ത്രീ കടന്നു വന്നു. Praise the Lord. It doesn't matter what the world talks about you. It doesn't matter what is the title that world has given you. But if you go to Jesus, irrespective of the identity and the title that you have, Jesus can completely heal you. Praise the Lord. Hallelujah. അപ്പം ആ തടസ്സത്തെയും മറികടന്നുകൊണ്ട്, ന്യായപ്രമാണത്തിൻ്റെ വിലക്കിനെയും മറികടന്നുകൊണ്ട് ഈ സ്ത്രീ യേശുവിൻ്റെ അടുത്തേക്ക് വന്നു. അങ്ങനെ വന്നപ്പോൾ ഈ സ്ത്രീക്ക് എന്ത് ലഭിക്കുക? സൗഖ്യം ലഭിക്കുകയാണ്. ഇനി മൂന്നാമതായിട്ടുള്ള ഒരു തടസ്സം എന്ന് പറഞ്ഞാൽ, ഹർ പ്രസൻസ് ഈസ് അൺഅപ്രീഷിയേറ്റഡ്. ഇപ്പം നമ്മുടെ സഭയിൽ ആരെങ്കിലും ഒരാൾ വന്നില്ലെങ്കിൽ മീറ്റിംഗ് കഴിയുമ്പോൾ നമ്മൾ സംസാരിക്കും, എന്തുകൊണ്ടാണ് സഹോദരൻ വന്നില്ല, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് സഹോദരി വന്നില്ല എന്ന് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ചോദിക്കും, എന്ത് പറ്റി, എന്തുകൊണ്ടായിരിക്കാം വരാത്തത് എന്ന്. നമ്മൾ പൊതുവെ കുറച്ച് വ്യക്തികളെ, കുറച്ച് ആൾക്കാരല്ലേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നമ്മൾ പരസ്പരം എന്ത് ചെയ്യും? ചോദിക്കും. വി വിൽ ആസ്ക് വൈ ദാറ്റ് പേഴ്സൺ ഡിഡ് നോട്ട് കം ഫോർ ദിസ് സൺഡേ മീറ്റിംഗ്. പക്ഷേ ഈ സ്ത്രീ ഒരു മീറ്റിങ്ങിൽ പോയില്ലെങ്കിൽ ആരും എന്ത് ചെയ്യത്തില്ല? നോട്ടീസ് പോലും ചെയ്യത്തില്ല. Nobody will ask why she did not come, because nobody appreciates her presence in any gathering. ഒരു കൂട്ടായ്മയിലും ഈ സ്ത്രീയുടെ സാന്നിധ്യം ആരും എന്ത് ചെയ്യുന്നില്ല? ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനത്തെ ഒരു സ്ത്രീ യേശുവിൻ്റെ അടുത്തേക്ക് വരികയാണ്. പ്രൈസ് ദി ലോർഡ്. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, നമ്മുടെ സാന്നിധ്യം മറ്റു പലരും ആഗ്രഹിച്ചില്ലെങ്കിലും നമ്മുടെ സാന്നിധ്യം കൊതിക്കുന്ന ഒരു യേശുവുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ സാന്നിധ്യം കൊതിക്കുന്ന, ആഗ്രഹിക്കുന്ന, നമ്മുടെ കലങ്ങ ഹൃദയത്തെ ഹല്ലേലൂയ കാത്തിരിക്കുന്ന ഒരു ദൈവമുണ്ട്, ഒരു ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട് എന്ന് നാം മറന്നു പോകരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇങ്ങനെ അതാ ഞാൻ പറഞ്ഞത്, തടസ്സങ്ങളുടെയും പ്രതിസന്ധികളുടെയും ലിമിറ്റേഷൻസിൻ്റെയും ഒക്കെ ഒരു കൂമ്പാരമാണ് ഈ സ്ത്രീ. എങ്കിലും അതൊന്നും വകവയ്ക്കാതെ ഈ സ്ത്രീ യേശുവിൻ്റെ അടുത്തേക്ക് വന്നു എന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മളെ തടസ്സങ്ങളെ ദൈവസന്നിധിയിൽ നിരത്താതെ, അതിനെയൊക്കെ മറികടന്ന് നാം യേശുവിൻ്റെ അടുത്തേക്ക് പോകുവാൻ റെഡിയാണെങ്കിൽ, വില്ലിംഗ് ആണെങ്കിൽ, യേശു നമ്മെ സൗഖ്യമാക്കുവാൻ വില്ലിംഗ് ആണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അല്ലെങ്കിൽ ഈ സ്ത്രീക്കുണ്ടായിരുന്ന തടസ്സമൊന്നും ഇന്ന് നമുക്ക് ആർക്കുമില്ല. അത് മാത്രമല്ലെന്നേ, ഈ സ്ത്രീക്ക് സത്യം പറഞ്ഞാൽ പറയാൻ ഒരു ഐഡന്റിറ്റി പോലും എന്താ ഇല്ല. തൻ്റെ ബലഹീനതയുടെ പേരിലാണ് തന്നെ അറിയപ്പെടുന്നത്. See, if somebody asks you who is she, what is her identity, എന്താ ഈ സ്ത്രീയുടെ ഐഡന്റിറ്റി,
ഐഡന്റിറ്റി ഇല്ലാത്ത ഒരു സ്ത്രീ മാത്രമല്ല, പല വ്യക്തികളെയും നമുക്ക് വേദപുസ്തകത്തിൽ കാണുവാൻ കഴിയും. പക്ഷേ അവരിലൂടെയൊക്കെ ദൈവം അത്ഭുതം പ്രവർത്തിച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. സാറഫാത്തിലെ വിധവയുടെ പേര് നമുക്കറിയത്തില്ല. 2 വെള്ളിക്കാശിട്ട ആ സ്ത്രീയുടെ പേര് നമുക്കറിയത്തില്ല. 5 അപ്പവും 2 മീനും കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച ആ ഭാഗത്തും ആ 5 അപ്പവും 2 മീനും ഇരുന്ന ബാലന്റെ പേരും നമുക്കറിയത്തില്ല. പക്ഷേ പേരില്ലാത്തവരെ പോലും ഉപയോഗിക്കുന്ന ഒരു സ്വർഗമാണ് നമുക്കുള്ളത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ കർത്താവിന് നമ്മുടെ വ്യക്തിത്വവും പേരും ചരിത്രവും വിഷയമല്ലെന്ന് ഞാൻ പറഞ്ഞു വരുന്നേ. ഹല്ലേലൂയ. അതൊക്കെ നമുക്ക് ഒരു പ്രതിസന്ധി. ഞാൻ ഇന്ന സ്ഥലത്ത് നിന്ന് വരുന്ന വ്യക്തി, എൻ്റെ കുടുംബ പശ്ചാത്തലം ഇതാണ്, എൻ്റെ സാമ്പത്തിക ചുറ്റുപാട് ഇതാണ്, എന്നെ കാണാൻ ഇങ്ങനെയാണ്, എനിക്ക് ഈ ലിമിറ്റേഷൻ ഉണ്ട്. ഇതൊക്കെ മാനുഷികമായിട്ട് നമുക്ക് തോന്നുന്നതാ. പക്ഷേ ദൈവത്തിന് അതൊന്നും വിഷയമല്ല. ഏതൊരു വ്യക്തിയെയും, ഏത് ജെൻഡർ ആയിക്കോട്ടെ, ഏത് ബാക്ക്ഗ്രൗണ്ട് ആയിക്കോട്ടെ, നമ്മെ സൗഖ്യമാക്കുവാൻ യേശുവിന് കഴിയും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഒന്നാമതായി നാം ചിന്തിച്ചത്, യേശുവിന് സ്ഥലവും സമയവും ഒരു വിഷയമല്ല. രണ്ടാമത്തെ കാര്യം, യേശുവിന് ഏത് വ്യക്തിയായിരുന്നാലും, ഏത് പ്രായത്തിലുള്ള വ്യക്തിയായിരുന്നാലും, ഇനി ഏത് ജെൻഡർ ആയിക്കോട്ടെ, കർത്താവിന് എന്തോ ഇല്ല, വിഷയമല്ല. അത് കർത്താവിന് വിഷയമല്ല. ആ സ്ഥലത്തേക്ക് പോയാൽ മതി, ദൈവം നമ്മെ സാന്നിധ്യത്തിലേക്ക് പോയാൽ മതി, ദൈവം നമ്മെ സൗഖ്യമാക്കും. ഇനി മറ്റൊരു വിഷയം, ഏത് രോഗമായിരുന്നാലും കർത്താവിന് വിഷയമല്ല. ഏത് രോഗമായിരുന്നാലും കർത്താവ് വിഷയമല്ല. ഈ യേശു രോഗികളെ സൗഖ്യമാക്കിയ ആ ഭാഗമൊക്കെ നിങ്ങൾ പഠിച്ചാൽ, യേശു രോഗത്തിൻ്റെ വലിപ്പവും വ്യത്യസ്തതയും കണ്ട് പിന്നിലോട്ട് പോയ വ്യക്തിയല്ല. പ്രൈസ് ദി ലോർഡ്. ഈ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം എന്തായിരുന്നാലും കാഠിന്യമുള്ള രോഗമാണത്. കാരണം എന്താ? നീണ്ട 12 വർഷമായി. കാരണം ഒന്ന്, പല വൈദ്യന്മാരെയും കണ്ട് സകലതും, അതായത് കയ്യിലുണ്ടായിരുന്ന സകലതും കൊടുത്തു, എന്നിട്ടും ആർക്കും സൗഖ്യം കൊടുക്കുവാൻ കഴിഞ്ഞില്ല. അപ്പോൾ അത്രയ്ക്കും ഡിഫിക്കൽട്ടായിട്ടുള്ള, അത്രയ്ക്കും സങ്കീർണമായിട്ടുള്ള ഒരു രോഗത്തിലൂടെയാണ് ഈ സ്ത്രീ എന്ത് ചെയ്യുന്നത്, കടന്നു പോകുന്നത്. ആർ യു ഓൾ വിത്ത് മീ? നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? അത്രയ്ക്കും സങ്കീർണമായ ഒരു രോഗത്തിലൂടെയാണ് ഈ സ്ത്രീ കടന്നു പോകുന്നത്. എങ്കിലും യേശുവിനെ സംബന്ധിച്ചിടത്തോളം രോഗം യേശുവിനെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമല്ല. പ്രൈസ് ദി ലോർഡ്. നമ്മൾ വിചാരിക്കുന്നത് പനി യേശുവിന് സൗഖ്യമാക്കാൻ പറ്റും, പക്ഷേ ക്യാൻസർ യേശുവിന് സൗഖ്യമാക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. വേറെ, അതായത് മരുന്ന് കൊടുത്ത് മാറ്റാൻ പറ്റുന്ന പ്രശ്നങ്ങൾ യേശുവിന് മാറ്റാൻ പറ്റും, അല്ലാതെ മുടന്തോ കുരുടോ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ യേശുവിന് മാറ്റാൻ പറ്റത്തില്ല. പക്ഷെ അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, ഏത് കാഠിന്യമേറിയ രോഗമായിക്കോട്ടെ, ഏത് കാഠിന്യമേറിയ വിഷയമായിക്കോട്ടെ, നമ്മുടെ കർത്താവിന് നമ്മെ സൗഖ്യമാക്കുവാൻ കഴിയും. നമ്മുടെ കർത്താവിന് നമ്മെ വിടുവിക്കുവാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. ഏത് വിഷയവും കർത്താവിൻ്റെ മുമ്പിൽ നമുക്ക് കൊണ്ടുവരാം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. മനുഷ്യന്മാർക്ക് ഒരുപാട് പരിമിതികളുണ്ടെന്നേ. മനുഷ്യന്മാർക്ക് എല്ലിൻ്റെ പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ ആരെടുത്ത് കൊണ്ടുപോകും? പല്ലിൻ്റെ പ്രശ്നം ഉണ്ടെങ്കിൽ വേറെ ഡോക്ടറിനെ എടുത്ത് കൊണ്ടുപോകും. പ്രൈസ് ദി ലോർഡ്. ഇനി മറ്റ് കുഞ്ഞുങ്ങളുടെ വിഭാഗമാണെങ്കിൽ അതിന് വേറെ ആളുണ്ട്. പിന്നെ ഗൈനക്കോളജി വേറെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റാണ്. പ്രൈസ് ദി ലോർഡ്. ഓർത്തോ, ഗൈനക്, പീഡിയാറ്റ്, ഇങ്ങനെ ഓരോ വിഭാഗങ്ങളാണ്. പക്ഷേ കർത്താവിൻ്റെ അടുത്ത് എല്ലാം ഇതെല്ലാം കൂടെ ചേർന്ന ഒരു കോംബോ വേർഷനാണ് നമ്മുടെ കർത്താവ് എന്ന് പറഞ്ഞാൽ. കാരണം ഏത് തരത്തിലുള്ള രോഗമാകട്ടെ അതിനെ സൗഖ്യമാക്കുവാൻ യേശുവിന് കഴിയും. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എല്ല് തേയ്മാനമാകട്ടെ, പല്ല് തേയ്മാനമാകട്ടെ, ഇനി രോഗമാകട്ടെ, എന്ത് മാറാ രോഗമായിരുന്നാലും നമ്മുടെ കർത്താവിന് സൗഖ്യമാക്കുവാൻ കഴിയും. നമ്മുടെ ശരീരത്തിൻ്റെ കാണുവാൻ കഴിയാത്ത കോശങ്ങളെ പോലും സൃഷ്ടിച്ച ഈ യേശുവിന് നമ്മെ സൗഖ്യമാക്കുവാൻ കഴിയുന്നതാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എവറിത്തിങ് ഈസ് പോസിബിൾ ഫോർ ഗോഡ്. അല്ലാതെ നമ്മൾ ചില കാര്യങ്ങൾ യേശുവിന് ചെയ്യാൻ പറ്റും, ചില കാര്യങ്ങൾ യേശുവിന് ചെയ്യാൻ പറ്റത്തില്ല, അങ്ങനെ ഒരിതല്ല. ഏത് രോഗത്തെയും യേശു എന്ത് ചെയ്യും? സൗഖ്യമാക്കും. നാം കടന്നു പോകുന്ന സാഹചര്യങ്ങൾ വിഭിന്നമാണ്. ചിലർക്ക് മാനസികമായ ചില പ്രശ്നങ്ങളുണ്ട്, ചിലർക്ക് രോഗങ്ങളുണ്ട്, ചിലർക്ക് ബുദ്ധിമുട്ടുകളുണ്ട്, ചിലർ തലമുറകളെ ഓർത്ത് കരയുന്നവരുണ്ട്, ചിലർ സ്വന്തമായി ജീവിതത്തെ മാറ്റം വരുത്തുവാൻ ആഗ്രഹിച്ചിട്ട് മാറുവാൻ കഴിയാത്ത ബുദ്ധിമുട്ടുകളുണ്ട്. ഏത് വിഷയമാകട്ടെ നമ്മുടെ കർത്താവിന് പരിഹാരം തരുവാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. പക്ഷെ ഒരു കാര്യം ചെയ്യണം, പ്രതിസന്ധികളെ
തരണം ചെയ്ത് ഈ സ്ത്രീ യേശുവിൻ്റെ അടുത്തേക്ക് വന്നതുപോലെ നാം എന്ത് ചെയ്യണം? യേശുവിൻ്റെ അടുത്തേക്ക് വരണം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. സത്യം പറഞ്ഞാൽ ഈ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം യേശു ഒരവസാനത്തെ ഓപ്ഷനായിരുന്നു. കാരണം ഈ യേശുവും കൂടെ കൈവിട്ട് കഴിഞ്ഞാൽ ഇനി ഈ സ്ത്രീയെ മാറ്റുവാൻ അല്ലെങ്കിൽ സൗഖ്യമാക്കുവാൻ മറ്റൊരു ഓപ്ഷൻ ഇല്ല. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ജീവിതത്തിൽ നാം വഴിമുട്ടി നിൽക്കുമ്പോൾ, when we come to know that there is no option before us, the best option is coming to Jesus. പ്രൈസ് ദി ലോർഡ്. മറ്റെല്ലാ വാതിലുകളും നമ്മുടെ മുമ്പിൽ മുട്ടി അടയപ്പെടുമ്പോൾ, മനുഷ്യരുടെ സഹായം തേടി നാം മടുക്കുമ്പോൾ, ഹല്ലേലൂയ, ലോണിന് അപ്ലൈ ചെയ്ത് അത് ലഭിക്കാതിരിക്കുമ്പോൾ, പല മാനുഷികമായ വാതിലുകളും നാം മുട്ടി അതിനൊന്നും ഒരു പരിഹാരം ലഭിക്കാതിരിക്കുമ്പോൾ, ഏറ്റവും ഉത്തമമായ സ്ഥലം യേശുവിൻ്റെ സന്നിധിയിൽ മുട്ടുമടക്കുക എന്നുള്ളതാണ്. കാരണം കർത്താവിന് ഇതിൽ നിന്നൊക്കെ ഒരു മറുപടി, ഒരു പരിഹാരം തരുവാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ജീസസ് വാസ് ഹെർ ലാസ്റ്റ് ആൻഡ് ദ ബെസ്റ്റ് ഓപ്ഷൻ. പ്രൈസ് ദി ലോർഡ്. ജീസസ് ഷുഡ് ബി അവർ ഫസ്റ്റ് ആൻഡ് ബെസ്റ്റ് ഓപ്ഷൻ. ഹല്ലേലൂയ. നമുക്കുള്ളതെല്ലാം മറ്റുള്ളവർക്ക് കൊടുത്തു കഴിഞ്ഞിട്ട് അവസാനം യേശുവിൻ്റെ അടുത്തേക്ക് വരുന്നതിലും ഏറ്റവും നല്ലത് ആദ്യമേ തന്നെ യേശുവിൻ്റെ അടുത്തേക്ക് വരിക എന്നുള്ളതാണ്. യേശുവിൻ്റെ അടുത്തേക്ക് ഇത്രയും പ്രതിസന്ധികളെയൊക്കെ മറികടന്ന് വന്നപ്പോൾ ഈ സ്ത്രീക്ക് എന്താണ് സംഭവിച്ചത് എന്നുള്ളതും കൂടെ ഈ ഭാഗത്തിൽ എഴുതിയിട്ടുണ്ട്. അതല്ലെങ്കിൽ മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ, ഇത്രയും മറികടന്ന് ഈ പ്രതിസന്ധികളെയൊക്കെ മറികടന്ന് യേശുവിൻ്റെ അടുത്തേക്ക് വരുവാൻ ഈ സ്ത്രീയെ പ്രേരിപ്പിച്ച ഘടകങ്ങളും ഈ ഭാഗത്ത് എഴുതിയിട്ടുണ്ട്. എന്തുകൊണ്ട്? വൈ ഡിഡ് ഷീ കം ടു ജീസസ്? പ്രൈസ് ദി ലോർഡ്. ഒന്നാമതായി ഈ സ്ത്രീയുടെ കൺവിക്ഷനാണ്, തിരിച്ചറിവാണ്. കാരണം മറ്റാർക്കും തരുവാൻ കഴിയാത്ത സൗഖ്യം യേശുവിന് എനിക്ക് തരുവാൻ കഴിയും എന്നുള്ള തിരിച്ചറിവ്. ആ തിരിച്ചറിവിൽ നിന്ന് യേശുവിനെ തൊട്ടപ്പോഴാണ് യേശുവിൽ നിന്നും ശക്തി പുറപ്പെട്ടത്. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ഈ നാളുകളിൽ വേണ്ടത് നമ്മുടെ ദൈവം ആരെന്നുള്ളൊരു തിരിച്ചറിവാണ്. നമ്മുടെ ദൈവം ആരെന്നുള്ളൊരു തിരിച്ചറിവാണ്. ആ തിരിച്ചറിവിൽ നിന്ന് നാം യേശുവിനെ തൊടുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ വ്യത്യാസങ്ങൾ സംഭവിക്കുന്നത്. യേശുവിനെ ആ തിരക്കുന്നവരുടെ ഇടയിൽ എത്ര പേർ യേശുവിനെ തൊട്ടു, പക്ഷേ അവരാരും അനുഭവിക്കാത്ത ഒരു ദൈവ സാന്നിധ്യം, അവരാരും അനുഭവിക്കാത്ത ഒരു സമാധാനം എങ്ങനെ ഈ സ്ത്രീ അനുഭവിച്ചു? ആ തിരിച്ചറിവിൽ നിന്ന്, ആ ആവശ്യബോധത്തിൽ നിന്ന് യേശുവിനെ തൊട്ടത് കൊണ്ടാണ്. ഇന്ന് പകലിൽ എന്നെ കേൾക്കുന്ന ദൈവവൈതലേ, നമ്മുടെ ദൈവം ആരെന്നുള്ളൊരു തിരിച്ചറിവിൽ, നമ്മുടെ ദൈവത്തിന് എന്ത് ചെയ്യുവാൻ കഴിയും എന്നുള്ളൊരു തിരിച്ചറിവിൽ നിന്ന് നാം യേശുവിനെ തൊട്ടാൽ നമ്മുടെ ജീവിതത്തിൽ വ്യത്യാസമുണ്ടാകുവാനിടയായിത്തീരും. നമ്മുടെ ജീവിതത്തിൻ്റെ ആ തലത്തെ, ആ ഗതികളെ യേശു മാറ്റും. അതിൽ വ്യത്യാസം നിശ്ചയമായി സംഭവിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പൗലോസ് പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. ആ ഒരു തിരിച്ചറിവ് കണ്ടോ? കഷ്ടതയുടെ നടുവിലും, ഹല്ലേലൂയ, കഷ്ടതയുടെ നടുവിലും പറയുന്നൊരു കാര്യം, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. ആ തിരിച്ചറിവാണ് നമുക്ക് വേണ്ടത്. ഏത് പ്രതിസന്ധിയുടെ നടുവിലും അതാണ് നമ്മെ പിടിച്ചു നിർത്തുന്നത്. ഇനി ആ സ്ത്രീയെ ഇത്രയും പ്രതിസന്ധികളൊക്കെ മറികടന്ന് യേശുവിൻ്റെ അടുത്തേക്ക് വരുവാൻ പ്രേരിപ്പിച്ച മറ്റൊരു ഘടകം, ഹൃദയനുറുക്കത്തോടെ താൻ യേശുവിൻ്റെ അടുത്തേക്ക് വന്നു. അതായത് ഹൃദയനുറുക്കത്തിൻ്റെ ആ ഒരു പീക്കിലായി ഈ സ്ത്രീ നിന്നത്. കാരണം യേശുവിൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ ഒന്നുകൂടെ ഹെൽപ്പ് ചെയ്യാനായിട്ട് പോലും ആരും ഇല്ലായിരുന്നു. ആരുമില്ല. ഈ സ്ത്രീക്ക് സ്വന്തം ബന്ധമെന്ന് പറയാൻ ആരുമില്ല. ഹൃദയനുറുക്കത്തിൻ്റെ ഏറ്റവും ഉത്തമ ഉദാഹരണമാണ് ഈ സ്ത്രീയുടെ ലൈഫ്. പ്രൈസ് ദി ലോർഡ്. പക്ഷെ വചനം പറയുന്നു, ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ. പലപ്പോഴും നമുക്ക് മറ്റുള്ളവരോട് പ്രാർത്ഥിക്കുവാൻ പോലും പറയുവാൻ കഴിയാത്ത സാഹചര്യങ്ങളിലൂടെ നാം കടന്നു പോകുന്നത്. അത്രയ്ക്കും നമ്മെ, അതായത് നാം ആ പ്രാർത്ഥന വിഷയം പറഞ്ഞാൽ കൂട്ടുവിശ്വാസികൾ എന്നെക്കുറിച്ച് എന്ത് വിചാരിക്കും എന്നുപോലും പലപ്പോഴും നമുക്ക് തോന്നാറുണ്ട്. പക്ഷേ ആ നിലകളിലുള്ള ഹൃദയനുറുക്കത്തെ നമ്മുടെ യേശുവിന് കാണുവാൻ കഴിയും. Hallelujah. If you are broken in your heart, if you are broken in your spirit, God is so closer to you. God is closer to you than anyone in this world. He can understand, He can read the crushed spirit that you have. He can understand the brokenness of your heart, and He will be able to understand the tears and the pain behind each tear that you shed in His presence. Praise the Lord. ഇനി മൂന്നാമതായി ഈ സ്ത്രീയെ പ്രേരിപ്പിച്ച മറ്റൊരു ഘടകം, വിശ്വാസത്തോടുകൂടെ യേശുവിൻ്റെ അടുത്തേക്ക് വന്നു എന്നുള്ളതാണ്. യേശുവിൽ എന്തോ ഉണ്ടായിരുന്നു? വിശ്വാസം ഉണ്ടായിരുന്നു. അതായത്
ഈവൻ ദോ ജീസസ് ഈസ് മൈ ലാസ്റ്റ് ഓപ്ഷൻ, ഹി ക്യാൻ ചേഞ്ച് മൈ സിറ്റുവേഷൻ എന്നുള്ളൊരു വിശ്വാസം ഈ സ്ത്രീയിലുണ്ടായിരുന്നു. ആ വിശ്വാസത്തോടു കൂടെ യേശുവിനെ തൊട്ടതുകൊണ്ടാണ് യേശു പറഞ്ഞത്, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ആ വിശ്വാസത്തോടെ ഈ സ്ത്രീ യേശുവിനെ തൊട്ടു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ഈ നാളുകളിൽ യേശുവിനെ വിശ്വാസത്തോടെ തൊടാം. ഇന്നലെ നമ്മൾ വിശ്വാസത്തോടുകൂടെ പ്രാർത്ഥിക്കുന്നതിൻ്റെ പ്രസക്തിയെക്കുറിച്ച് നാം ഒരുമിച്ച് ചിന്തിച്ചു. ഹല്ലേലൂയ. നമ്മുടെ വിഷയങ്ങൾ മാറിയില്ലെങ്കിലും അത് മാറിയതുപോലെ ദൈവത്തിന് നന്ദി പറഞ്ഞ് ആ കാണാത്ത കാര്യങ്ങളെ നാം വിശ്വസിച്ച് വിശ്വാസക്കണ്ണാൽ കണ്ടുകൊണ്ട് നാം പ്രാർത്ഥിക്കുകയാണെങ്കിൽ നമ്മുടെ വിഷയങ്ങളിൽ ദൈവം ഇടപെടും. പ്രൈസ് ദി ലോർഡ്. ഈ സ്ത്രീ ദൈവസന്നിധിയിൽ വരുന്നതിന് മുന്നമേ തന്നെ ദൈവം എന്നെ സൗഖ്യമാക്കും, യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലിൽ തൊട്ടാൽ എൻ്റെ ജീവിതത്തിനൊരു മാറ്റം സംഭവിക്കും എന്ന ഉറപ്പോടുകൂടെ യേശുവിനെ തൊട്ടു. പ്രൈസ് ദി ലോർഡ്. ആ നിലയിൽ നാം യേശുവിനെ തൊടുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാകും. അപ്പോൾ ഈ സ്ത്രീക്ക് വന്ന, അത് കഴിഞ്ഞിട്ട് ഈ സ്ത്രീക്ക് വന്ന മാറ്റം കണ്ടോ? ഈ സ്ത്രീ യേശുവിനെ വിളിക്കുക, യേശു ഈ സ്ത്രീയെ വിളിക്കുക മകളേ. പക്ഷേ എന്തെന്നാ ലോകം ഇവളെ വിളിച്ചത്? അശുദ്ധയായ സ്ത്രീ. പ്രൈസ് ദി ലോർഡ്. ബലഹീനതയുള്ള സ്ത്രീ, രോഗത്തിനടിമപ്പെട്ട സ്ത്രീ, മാനസികമായി തകർന്ന സ്ത്രീ, ഹൃദയ നുറുക്കമുള്ള സ്ത്രീ. ബട്ട് ജീസസ് ഈസ് അഡ്രസ്സിംഗ് ഹർ ആസ് ഡോട്ടർ. ഓ മൈ ഗോഡ്. ഹല്ലേലൂയ. യേശുവിൻ്റെ അടുത്ത് വന്നാൽ ശാരീരികമായ സൗഖ്യം മാത്രമല്ല, മാനസികമായ സൗഖ്യവും ഈ സ്ത്രീയിൽ യേശു കൊടുക്കുകയാണ്. ഹല്ലേലൂയ. യേശു പറയാ, സമാധാനത്തോടെ പോയിക്കൊള്ളുക. യേശു സമാധാനം കൽപ്പിക്കുകയാ. യേശു തൻ്റെ വിശ്വാസത്തെ അപ്രീഷിയേറ്റ് ചെയ്യുകയാ. യേശു ഹല്ലേലൂയ തന്നെ മകളെ എന്ന് അഡ്രസ്സ് ചെയ്യുക. ഇതാ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. നാം ആരുടെ അടുത്തേക്ക് വരണം? യേശുവിൻ്റെ അടുത്തേക്ക് വരണം. പ്രതിസന്ധികളെ മറികടന്ന് നാം ഈ നാളുകളിൽ കർത്താവിൻ്റെ അടുത്തേക്ക് വരികയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അത്ഭുതം നടക്കുവാൻ ഇടയായിത്തീരും. ഈ കേൾപ്പിച്ച വചനത്തിന് മുമ്പിൽ നമ്മെ തന്നെ നമുക്ക് സമർപ്പിക്കാം. നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധിയിൽ അടയ്ക്കാം. വളരെ സാവധാനം ഈ ഭാഗത്തു നിന്ന് നാം ഒരുമിച്ച് ചിന്തിക്കുകയായിരുന്നു. ഹല്ലേലൂയ. പലപ്പോഴും നമ്മുടെ സാഹചര്യത്തെ നാം കുറ്റം പറഞ്ഞ് യേശുവിൻ്റെ അടുത്തേക്ക് പോകുവാൻ നാം മടിച്ചിരിക്കാറുണ്ടെങ്കിൽ ഈ സ്ത്രീ നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യം, നമ്മുടെ പ്രതിസന്ധികളെയും നമ്മുടെ വെല്ലുവിളികളെയും നാം ധരണം ചെയ്ത് യേശുവിൻ്റെ അടുത്തേക്ക് പോയേ മതിയാകത്തുള്ളൂ. അങ്ങനെ നാം പോകുകയാണെങ്കിൽ യേശു നമ്മുടെ വിഷയങ്ങളിൽ ഇടപെടും. പ്രൈസ് ദി ലോർഡ്. അല്ല, നമ്മുടെ ഐഡൻറ്റിറ്റി യേശു മാറ്റും. നമുക്ക് സമാധാനം യേശുവിന് കൽപ്പിക്കുവാൻ കഴിയും. പരിശുദ്ധനായ പിതാവേ, നല്ല സമയത്തിനായി ഞങ്ങൾ അങ്ങേ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, കേൾപ്പിച്ച നല്ല ആലോചനയ്ക്കായി സ്തോത്രം. ദൈവമേ, നമ്മുടെ ജീവിതത്തിൻ്റെ വിവിധ സാഹചര്യങ്ങളിൽ അങ്ങയുടെ സാന്നിധ്യം അനുഭവിച്ചറിയുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണം. അങ്ങയുടെ കൃപകളെ അനുഭവിച്ചറിയുവാൻ ഞങ്ങളെ സഹായിക്കണം. ദൈവമേ, ഈ സ്ത്രീ അങ്ങിൽ നിന്നും ആ ശക്തി അനുഭവിച്ചറിഞ്ഞതുപോലെ ഞങ്ങളും അങ്ങയുടെ ശക്തി അനുഭവിച്ചറിയുവാൻ ഞങ്ങളെ സഹായിക്കണമേ. പ്രതിസന്ധികളെ ധാരണം ചെയ്ത് അങ്ങയുടെ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ തൊട്ടതുപോലെ ഞങ്ങളും വിശ്വാസത്തോടുകൂടെ ഹല്ലേലൂയ ഹൃദയ നുറുക്കത്തോടെ അങ്ങയുടെ വസ്ത്രത്തിൻ്റെ തൊങ്ങലിൽ തൊടുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണം. ദൈവമേ, സൗഖ്യം വിടുതലും കൽപ്പിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയുടെ കൃപയ്ക്കായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.